ആദ്യമായി വെളിച്ചം കാണുന്ന സൃഷ്ടിക്ക് വല്ലാത്തൊരു ആവേശം തരാനുമുള്ള കെൽപ്പുണ്ട്. ലാബറട്ടറി പോവാതെയും റെക്കോർഡ് വരയ്ക്കാതെയും ഇങ്ങനെയൊക്കെ അപ്പോൾ കുടുംബക്കാരൊക്കെ പിടിച്ച് മനഃശാസ്ത്രജ്ഞനെ കാണിച്ചു. അങ്ങനെ പൊന്നാനിയുടെ മതമൈത്രി എന്ന് പറഞ്ഞാൽ മതരഹിതമായിട്ടുള്ളൊരു മതമൈത്രി അല്ല. സമൂഹത്തിലുള്ള ചിന്താപദ്ധതികൾ, ആശയങ്ങളെല്ലാം ഇരുമ്പുരുക്ക് ഫാക്ടറിയേക്കാൾ ഭൗതികമായിട്ടുള്ള യാഥാർത്ഥ്യങ്ങളാണ് പറഞ്ഞത്. അപ്പോൾ പലരും വായിച്ചിട്ട് ചോദിച്ചു, നാസയിൽ പോയിട്ട് ഇതൊക്കെ കണ്ടു മനസ്സിലാക്കിയിട്ടുണ്ടോ എന്നുള്ളത്. ലോകത്തുള്ള എല്ലാ വിജ്ഞാനങ്ങളും മലയാള ഭാഷയിൽ കൂടെ ആവിഷ്കരിക്കണം. അതിനുള്ള കെൽപ്പ് മലയാള ഭാഷയ്ക്ക് ഉണ്ടാകണം. നോവൽ മാതിരിയായോ സിനിമ എന്ന് പറഞ്ഞിട്ട് വിലയിരുത്തുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. കാരണം നോവൽ അതേമാതിരി ഒരിക്കലും സിനിമയാക്കാൻ സാധിക്കുകയില്ല. പ്രാഥമിക വിദ്യാഭ്യാസം മുഴുവൻ ഇംഗ്ലീഷ് മീഡിയത്തിൽ കൂടെ ആയിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ മലയാള യൂണിവേഴ്സിറ്റി സ്ഥാപിച്ചതിനൊന്നും യാതൊരു അർത്ഥവും ഉണ്ടാവില്ല. മാതൃഭാഷയിൽ കൂടെയാണ് എല്ലാ വിജ്ഞാനവും നന്നായിട്ട് സ്വാംശീകരിക്കാൻ സാധിക്കുക, ഗ്രഹിക്കാൻ സാധിക്കുക, ആവിഷ്കരിക്കാൻ സാധിക്കുക എന്നുള്ളതാണ്. എൻ്റെ ആദ്യ കഥ മാതൃഭൂമി ആഴ്ചപ്പതിപ്പിലാണ് പ്രസിദ്ധീകരിച്ചു വന്നത്. ശവസംസ്കാരം എന്നാണ് ആ കഥയുടെ പേര്. ആ കഥയുടെ അകത്തുള്ള കഥ എന്താന്ന് പറഞ്ഞാൽ, പണ്ട് നാട്ടുംപ്രദേശത്തൊക്കെ എവിടെയെങ്കിലും ഒരു മരണം നടന്നാൽ ശവം ദഹിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു കർമ്മിയായിട്ട് ഒരാളുണ്ടാവും. അദ്ദേഹം എല്ലാ വീടുകളിലും ഔദ്യോഗികമായൊരു സ്ഥാനമൊന്നും ഉണ്ടാവില്ല. എല്ലായിടത്തും വന്നിട്ട് സ്വന്തം വളണ്ടിയർ ചെയ്തിട്ട് ഈ മൃതദേഹം സംസ്കരിക്കാനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കും. അതിൻ്റെ ചടങ്ങുകൾ എന്തൊക്കെയാണ്, അതിൻ്റെ ചിട്ടവട്ടങ്ങൾ എന്നെല്ലാം ഇദ്ദേഹത്തിന് അറിയാം. അങ്ങനെയുള്ള ഒരാൾ എൻ്റെ പൊന്നാനി എന്ന ജന്മനാടിൻ്റെ പരിസരത്തുള്ള ഇങ്ങനെയുള്ള ഒരാളുടെ ജീവിതമാണ് ഈ കഥയിൽ ചിത്രീകരിക്കപ്പെടുന്നത്. ഇപ്പോൾ വളരെ നിസ്സംഗതയോടുകൂടി തൻ്റെ ഒരു കർമ്മം ചെയ്യുന്ന രീതിയിലാണ് ഇദ്ദേഹം ഈ മൃതദേഹം സംസ്കരിക്കാനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുക. അദ്ദേഹത്തിൻ്റെ സ്വന്തം ഭാര്യ പെട്ടെന്ന് മരണപ്പെട്ടപ്പോൾ ഭാര്യയുടെ മൃതദേഹവും മറ്റാരുടെയോ മൃതദേഹമാണ് എന്ന പോലെ അയാൾ നിസ്സംഗനായി ഒരു വികാര സ്പർശമില്ലാതെ പിന്നെ ചിതയിലേക്ക് വയ്ക്കാനൊക്കെ ഉള്ള സൗകര്യം ചെയ്ത് ചിതയിലേക്ക് വയ്ക്കുകയും പെട്ടെന്നുണ്ടാകുന്ന വികാര സ്ഫോടനം കൊണ്ട് അയാൾ പിന്നെ ചിതയിൽ ഏറ്റവും സ്നേഹമഹിയായിട്ടുള്ള ഭാര്യയുടെ മൃതദേഹത്തോടൊപ്പം കിടന്ന് സ്വയം അഗ്നിക്ക് സമർപ്പിക്കുകയും ചെയ്യുന്നൊരു കഥയാണ് ആദ്യമായിട്ട് എന്നെ പ്രസിദ്ധീകരിച്ചു വന്ന ശവസംസ്കാരം എന്ന കഥ. അപ്പോൾ ഏതൊരു എഴുത്തുകാരൻ്റെ ജീവിതത്തിലും ആദ്യമായി വെളിച്ചം കാണുന്ന സൃഷ്ടിക്ക് വല്ലാത്തൊരു ആവേശം തരാനുമുള്ള കെൽപ്പുണ്ട്. ഇപ്പോൾ മാതൃഭൂമിയിൽ ഇത് പ്രസിദ്ധീകരിച്ചു വന്നപ്പോൾ ഞാനത് പ്രസിദ്ധീകരിക്കാൻ വേണ്ടി കൊടുത്തിരുന്നു. പ്രസിദ്ധീകരിക്കാമെന്ന് പറയുകയും ചെയ്തിരുന്നു. വന്ന വിവരം എൻ്റെ അയൽവാസിയായിട്ടുള്ള ഒരാൾ പറഞ്ഞപ്പോഴാണ് ഞാൻ അറിയുന്നത്. അല്ല, മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ കണ്ട KP രാമനുണ്ണി താൻ തന്നെയാണോ എന്ന് ചോദിച്ചപ്പോഴാണ് എൻ്റെ കഥ ഇതാ പ്രസിദ്ധീകരിച്ചു വന്നിരിക്കുന്നു എന്ന് ഞാൻ മനസ്സിലാക്കിയത്. അതോടുകൂടി ആഴ്ചപ്പതിപ്പ് ഓടിച്ചെന്ന് വാങ്ങി നല്ല ഒരു 10-20 പ്രാവശ്യമെങ്കിലും ആ കഥ ഞാൻ വായിച്ചിട്ടുണ്ടാവുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ സർഗസൃഷ്ടിയോടുണ്ടാകുന്ന ഒരു ആസക്തി, അതുമായി തന്മയീഭവിക്കാനുള്ളൊരു ഭയങ്കരമായിട്ടുള്ള ആഗ്രഹം, ഇതെല്ലാം തന്നെ ഒരു എഴുത്തുകാരൻ്റെ മനസ്സിൻ്റെ അടിയിൽ കിടക്കുന്ന കാര്യങ്ങളാണ്. ഇപ്പം ശവസംസ്കാരം പ്രസിദ്ധീകരിച്ചു വന്നപ്പോൾ ഉണ്ടായിട്ടുള്ളൊരു ആവേശവും ആനന്ദവും നിർവൃതിയൊന്നും പിന്നെയുള്ള കൃതികൾ പ്രസിദ്ധീകരിച്ചപ്പോഴൊന്നും എനിക്കുണ്ടായിട്ടില്ല. വലിയ പുരസ്കാരങ്ങൾ ലഭിച്ചപ്പോഴും ഉണ്ടായിട്ടില്ല. അപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ ആവിഷ്കാരം വെളിച്ചം കാണുക എന്ന് പറഞ്ഞ ഒരാളുടെ എഴുത്തുകാരൻ്റെ ജീവിതത്തിലൊരു അനർഘമായിട്ടുള്ള നിമിഷം തന്നെയാണ്.
ഇതാണ് എനിക്ക് എൻ്റെ ആദ്യത്തെ പ്രസിദ്ധീകരണത്തെപ്പറ്റി പറയാനുള്ളത്. പിന്നെ ഞാനെങ്ങനെ എഴുത്തുകാരനായി എന്നതാണ് പിന്നെ ഇതിനോടനുബന്ധിച്ച് ഉള്ളൊരു ചോദ്യം. ഞാനൊരു എഴുത്തുകാരനാവണമെന്ന് ഒരിക്കലും കുട്ടിക്കാലത്ത് ചിന്തിക്കാത്ത മനുഷ്യനാണ്. പഠിക്കുന്ന കാലത്തൊക്കെ എനിക്ക് ശാസ്ത്രജ്ഞനാകണം, ഡോക്ടറാകണം എന്നൊക്കെയാണ് ആഗ്രഹം ഉണ്ടായിരുന്നത്. 4ാം ക്ലാസ്സിലും 5ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ ഉച്ചയ്ക്ക് ഒന്ന് കടന്ന് മയങ്ങുന്ന സമയത്ത് കയ്യിൽ ഓരോ കളിസാമാനങ്ങൾ വെച്ച് ഞാൻ അങ്ങനെ മനസ്സിൽ സങ്കല്പിക്കും. ഈ ആകാശഗോളങ്ങളുടെ ഇടയിൽ കൂടെ എല്ലാം അങ്ങനെ റോക്കറ്റിൽ സഞ്ചരിക്കുന്നതായിട്ടൊക്കെ, അതിനനുസരിച്ചിട്ടുള്ളൊരു വാഹനം ഞാൻ കണ്ടുപിടിക്കുന്നതായിട്ടൊക്കെ. ഇങ്ങനെ ശാസ്ത്ര സംബന്ധിയായിട്ടുള്ള സ്വപ്നങ്ങളാണ് എൻ്റെ കുട്ടിക്കാലത്തെ ഭരിച്ചിരുന്നത്. കുറച്ചൊരു 8ാം ക്ലാസ് 9ാം ക്ലാസ് ആയപ്പോഴേക്ക് എനിക്ക് ഡോക്ടറാകണം എന്നായി ആഗ്രഹം. കാരണം എൻ്റെ വല്യമ്മമാരും ഇളയമ്മമാരും ഒക്കെ ഡോക്ടറാവാൻ വേണ്ടി ഇങ്ങനെ പ്രോത്സാഹിപ്പിക്കുമായിരുന്നു. എല്ലാ കുട്ടികളെയും അമ്മമാരും വല്യമ്മമാരൊക്കെ ഇങ്ങനെ ഡോക്ടറാകാൻ വേണ്ടിയിട്ട് പ്രോത്സാഹിപ്പിക്കും. കാരണം അവർക്ക് വയസ്സാം കാലത്ത് സൗജന്യമായിട്ടുള്ള ചികിത്സയും കിട്ടുമല്ലോ. അപ്പം അങ്ങനെ ഡോക്ടറാകണം എന്നുള്ള ആഗ്രഹത്തോടു കൂടി 2nd ഗ്രൂപ്പ് എടുത്ത് പഠിക്കുകയൊക്കെ ചെയ്ത ആളാണ് ഞാൻ. ഫസ്റ്റ് ക്ലാസ്സായിട്ട് SSLC പാസ്സായതിന് ശേഷം. പക്ഷേ പ്രീ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ അവിചാരിതമായിട്ട് എൻ്റെ ചിന്താലോകത്ത് ചില ദുർഘടങ്ങൾ സംഭവിക്കുകയും ആത്മീയതയാണോ ശരി, ഭൗതികതയാണോ ശരി എന്ന കാര്യങ്ങളിലുള്ള വലിയ ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാവുകയും ചെയ്തു. ഒരു ഭാഗത്ത് വിവേകാനന്ദ സാഹിത്യ സർവസ്വവും ശ്രീരാമകൃഷ്ണ വചനാമൃതമൊക്കെ വായിക്കും, മറുഭാഗത്ത് പിന്നെ വൈരുദ്ധ്യാത്മക ഭൗതികവാദത്തെ പറ്റിയിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രത്തിൻ്റെ ഗ്രന്ഥങ്ങൾ വായിക്കും. 15-16 വയസ്സായിട്ടുള്ള കുട്ടി ഇങ്ങനത്തെ പുസ്തകങ്ങളൊക്കെ വായിച്ചാൽ ദഹനക്കേട് ഉണ്ടാകും എന്നുള്ള കാര്യം ഉറപ്പാണല്ലോ. അങ്ങനെ എനിക്ക് വലിയ സംശയങ്ങളുടെ ലോകത്തേക്ക് പോയി. ദൈവമുണ്ടോ ഇല്ലയെന്ന് സംശയമായി. ഇങ്ങനെ സംശയത്തിൻ്റെ ലോകത്തേക്ക് കടന്നതോടുകൂടി പഠിപ്പിൽ ശ്രദ്ധയില്ലാതെയായി, ക്ലാസ് കയറാതെയായി, ലാബറട്ടറി പോവാതെയായി, റെക്കോർഡ് വരയ്ക്കാതെയായി. ഇങ്ങനെയൊക്കെ അപ്പോൾ കുടുംബക്കാരൊക്കെ പിടിച്ച് മനഃശാസ്ത്രജ്ഞനെ കാണിച്ചു. അങ്ങനെ ഭീകരമായ ചികിത്സാ പദ്ധതിയിൽ കൂടെയൊക്കെ കടന്നുപോയി. ശരിക്ക് മാനസികമായൊരു രോഗമൊന്നും ഉണ്ടായിരുന്നില്ല. കൗമാരത്തിൽ കാലത്തുണ്ടാകുന്ന ചില ചിന്താപരമായ പ്രശ്നങ്ങളായിരുന്നു. പിന്നെ ഒരു സൈക്കോളജിസ്റ്റാണ് എന്നെ കൗൺസിലിങ്ങോടുകൂടി എൻ്റെ ജീവിതത്തെ രക്ഷപ്പെടുത്തിയത് ഈ ഭീകരമായിട്ടുള്ള മനോരോഗ ചികിത്സാ പദ്ധതികളിൽ നിന്ന്. ആ കാലം, ഈ ഒരു കറുത്ത കാലം എൻ്റെ പഠിപ്പിനെ മുടക്കി 2-3 കൊല്ലം. പക്ഷേ ജീവിതത്തെപ്പറ്റി ഒരു വ്യത്യസ്തമായിട്ടുള്ള ചിന്ത എന്നിൽ ഉൽപ്പാദിപ്പിച്ചു. ഡോക്ടറാവാനും ശാസ്ത്രജ്ഞനാവാനുള്ള മോഹങ്ങളൊക്കെ ഇല്ലാതെയായി. ബാങ്കിൽ ജോലിക്കാരനായി ചേർന്നു. ഈ കാലഘട്ടമാണ് എന്നെ എഴുത്തിലേക്ക് തള്ളിവിട്ടത് എന്ന് പറയാൻ പറ്റും. ജീവിതത്തെപ്പറ്റി, മനുഷ്യൻ്റെ ഭാഗധേയങ്ങളെപ്പറ്റി, അവനെ നിയന്ത്രിക്കുന്ന ശക്തികളെപ്പറ്റിയൊക്കെ ഞാൻ ചിന്തിക്കേണ്ട ഫലമായിട്ടാണ് ഞാൻ എഴുത്തിലേക്ക് വന്നത്. അങ്ങനെയാണ് ശവസംസ്കാരം മുതൽക്കുള്ള പല കഥകളും എഴുതിയിട്ട് വിധാതാവിൻ്റെ ചിരി എന്ന ആദ്യ സമാഹാരം പ്രകാശിപ്പിച്ചത്. MT ആയിരുന്നു ഈ പുസ്തകം പ്രകാശിപ്പിച്ചത്. പിന്നെയാണ് സൂഫി പറഞ്ഞ കഥ എന്ന എൻ്റെ നോവൽ കലാകൗമുദിയിൽ കൂടെ പ്രസിദ്ധീകരിച്ചു വരുന്നു. നമ്പൂതിരിയുടെ മനോഹരമായ രേഖാചിത്രങ്ങളോടെ മൾബറി ബുക്സ് ഈ പുസ്തകം, ഈ നോവൽ പ്രസിദ്ധീകരിക്കുന്നു. അടുത്ത കൊല്ലം തന്നെ അതിന് കേരള സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടുന്നു. ഇങ്ങനെ എൻ്റെ എഴുത്തിൻ്റെ ഒരു ജീവിതം ആരംഭിക്കുകയായി. അതിന് സമാന്തരമായിട്ട് തന്നെ ഞാൻ ബാങ്കിലും ജോലി ചെയ്തിരുന്നു. പക്ഷേ ബാങ്കിലെ ജോലി എനിക്ക് ഒട്ടും ഇഷ്ടത്തോടു കൂടി സ്വീകരിച്ചൊരു ജോലിയായിരുന്നില്ല. പഠിപ്പൊക്കെ മുടങ്ങിയ സമയത്ത് അച്ഛൻ സർവീസിലിരിക്കുമ്പോൾ മരിച്ചതിൻ്റെ പേരിൽ കമ്പാഷനേറ്റ് ഗ്രൗണ്ടിൽ ഒരു അർഹതയുണ്ടായിരുന്നു. ആ ജോലിയാണ് എനിക്ക് കിട്ടിയത്. 19 വയസ്സിലിട്ട് ഞാൻ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ ജോയിൻ ചെയ്തിരുന്നു. അപ്പോൾ സ്വന്തം ഇഷ്ടപ്പെടാതെ നിവൃത്തികേടുകൊണ്ട് സ്വീകരിക്കേണ്ടി വന്ന ജോലി എന്ന നിലയ്ക്ക് ജോലിയിലല്ല, ട്രേഡ് യൂണിയൻ പ്രവർത്തനങ്ങളിലാണ് കൂടുതൽ ഞാൻ ആമഗ്ധനായിരുന്നത്. എഴുത്ത് സമാന്തരമായിട്ട് പുരോഗമിച്ചപ്പോൾ എനിക്ക് ബാങ്ക് ജീവിതവും എഴുത്തും കൂടി കൊണ്ടുപോകാൻ പറ്റില്ല എന്നുറപ്പായി. 41 വയസ്സിൽ ഞാൻ 20 കൊല്ലം
മിനിമം പെൻഷനുള്ള അർഹത നേടിയോടുകൂടി ബാങ്കിൽ നിന്ന് വളണ്ടിയർ റിട്ടയർമെൻറ്റ് വാങ്ങുകയാണ്. അപ്പോൾ അന്ന് ആ സമയത്തൊക്കെ ബാങ്ക് ഓഫീസർക്ക്, ഇന്നും ബാങ്ക് ഓഫീസർക്ക് അത്ര മോശമല്ല, അന്നെല്ലാം ഇതിലും കൂടുതൽ ആകർഷണീയമായിട്ടുള്ളൊരവസ്ഥയായിരുന്നു. അപ്പം ഇങ്ങനെ ബാങ്ക് ഓഫീസറായിട്ടുള്ള ഒരാൾ ഈ എല്ലാ ബെനിഫിറ്റ്സും ഒഴിവാക്കി റിട്ടയർ ചെയ്യുന്ന വളണ്ടിയർ റിട്ടയർമെൻറ്റ് എടുക്കുമ്പോൾ വീട്ടുകാരും ബന്ധക്കാരൊക്കെ ഒരു ആത്മഹത്യ ചെയ്യാൻ പോകുന്ന ഒരാളെ നോക്കിക്കാണുന്ന പോലെയാണ് എന്നെ നോക്കിക്കണ്ടിരുന്നത്. പക്ഷേ ഞാൻ അങ്ങനെ ആ ഒരു ചെറിയ വരുമാനം കൊണ്ട് എഴുത്ത് ജീവിതമായിട്ട് അങ്ങനെ മുന്നോട്ട് പോവുകയാണ് ഉണ്ടായത്. ബാങ്കിൽ നിന്ന് പോന്നാലും ഉടനെ തന്നെ മാധ്യമം വന്നൊരു പുതിയ ആഴ്ചപ്പതിപ്പ് തുടങ്ങുമ്പോൾ അതിൻ്റെ മാഗസിൻ എഡിറ്ററായി ഒരു വർഷം ജോലി ചെയ്തു. പിന്നെ എം ടി വാസുദേവൻ നായർ തുഞ്ചൻ സ്മാരകത്തിലേക്ക് ക്ഷണിച്ച് അവിടെ 20 വർഷം തുഞ്ചൻ സ്മാരകത്തിൻ്റെ അഡ്മിനിസ്ട്രേറ്ററായി ജോലി ചെയ്തു. ഇപ്പോൾ 4.5 വർഷമായിട്ട് മലയാളം യൂണിവേഴ്സിറ്റിയിലെ അഡ്ജൻറ്റ് പ്രൊഫസറായിട്ട് സാഹിത്യരചനാ വിഭാഗത്തിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെയാണ് എൻ്റെ എഴുത്ത് ജീവിതവും വ്യക്തിജീവിതവും സമാന്തരമായി മുന്നേറിക്കൊണ്ടിരുന്നിട്ടുള്ളത്. ശീർഷാസനം സത്യത്തിൽ എൻ്റെ കുറേ കോളങ്ങളുടെ ഒരു സമാഹാരമാണത്. അത് സാമൂഹ്യമായിട്ടുള്ള രാഷ്ട്രീയമായ കാര്യങ്ങളുടെ നിരീക്ഷണമാണ്. മനുഷ്യാവസ്ഥയെ പറ്റിയിട്ടുള്ള ചില നിരീക്ഷണങ്ങളും വിലയിരുത്തലുകളും ഈ ലേഖനങ്ങളിൽ വന്നിട്ടുണ്ട്. പക്ഷേ എൻ്റെ ഈ സംഘർഷഭരിതമായിട്ടുള്ള ആത്മകഥാപരമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ജീവിതം ഒരു ആർത്തിക്കാരൻ്റെ കയ്യിൽ എന്ന പുസ്തകത്തിലാണ് ഉള്ളത്. അതിലിപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി എൻ്റെ ഈ കറുത്ത കാലഘട്ടം മനോരോഗമാണ് എന്ന് മുദ്ര കുത്തപ്പെട്ട് ചെറിയൊരു മാനസികമായൊരു പതർച്ചയെ വലിയൊരു മനോരോഗമായി മുദ്ര കുത്തപ്പെട്ടിട്ട് ചികിത്സിക്കപ്പെട്ടത് ആ ഒരു ഭീകരമായൊരു അവസ്ഥാവിശേഷം മുഴുവൻ ജീവിതം ഒരാർത്തിക്കാരൻ്റെ കയ്യിൽ എന്ന പുസ്തകത്തിൽ ആവിഷ്കരിച്ചിട്ടുണ്ട്. മതസംബന്ധിയായ കാര്യങ്ങളൊക്കെ എൻ്റെ എല്ലാ കൃതികളിലും കടന്നു വരുന്നൊരു കാര്യമാണ്, യാതൊരു സംശയമില്ല. കാരണം പൊന്നാനിയുടെ സംസ്കാരം ഒരു മതമൈത്രിയുടെ ഒരു കേന്ദ്രമാണ്. പൊന്നാനിയുടെ മതമൈത്രി എന്ന് പറഞ്ഞാൽ മതരഹിതമായിട്ടുള്ളൊരു മതമൈത്രി അല്ല. ഇപ്പോൾ മതമൈത്രി അല്ല, ഒരു മതനിരപേക്ഷത, നമുക്ക് മതനിരപേക്ഷതയാണ് പറയുന്നത് ഞാൻ. പിന്നെ മതേതരത്വം 2 തരത്തിലുണ്ടാകാം. മതത്തെ എല്ലാം മാറ്റിവെച്ചുകൊണ്ട്, മതത്തെ നമുക്ക് ഉപേക്ഷിച്ച് മാറ്റിവെച്ചുകൊണ്ട് വെറും മനുഷ്യരായിട്ടുള്ള മതേതരരായിട്ടുള്ള മതനിരപേക്ഷരായിട്ടുള്ള ഒരു കൂട്ടായ്മ നമുക്ക് സങ്കല്പിക്കാൻ പറ്റും. അതിൻ്റെ മറുവശത്ത് മതസഹിതമായിട്ടുള്ള ഒരു മതനിരപേക്ഷതയുണ്ട്, മതേതരത്വമുണ്ട്. അതായത് മതത്തെ അംഗീകരിച്ചുകൊണ്ട് തന്നെ, മതം ഇന്ന് സമൂഹത്തിൽ നിലനിൽക്കുന്നൊരു യാഥാർത്ഥ്യമാണ്. എന്തൊക്കെ പറഞ്ഞാലും 90-95% മനുഷ്യന്മാരും മതാചാരങ്ങൾ അനുഷ്ഠിക്കുന്നു, അങ്ങനെയുള്ള വിശ്വാസം പുലർത്തുകയൊക്കെ ചെയ്യുന്നതാണ്. അതൊരു ഭൗതിക യാഥാർത്ഥ്യമാണ്, സമൂഹത്തിലൊരു ഭൗതിക യാഥാർത്ഥ്യമാണ്. അപ്പം അതിനെ നമ്മൾ അവഗണിച്ചിട്ടില്ലാതെ വെക്കാൻ സാധിക്കുകയില്ല. മാർക്സ് എല്ലാം പറഞ്ഞിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ സമൂഹത്തിലുള്ള ചിന്താപദ്ധതികൾ, ആശയങ്ങളെല്ലാം ഇരുമ്പുരുക്ക് ഫാക്ടറിയേക്കാൾ ഭൗതികമായിട്ടുള്ള യാഥാർത്ഥ്യങ്ങളാണെന്നാണ് പറഞ്ഞത്. കാരണം ആശയങ്ങളും ചിന്തകളും ഒരു സമൂഹത്തിൽ പ്രബലമാകുമ്പോൾ അതൊരു ഭൗതിക ശക്തിയായിട്ടാണ് പ്രവർത്തിക്കുന്നതെന്നാണ് മാർക്സ് പറഞ്ഞിട്ടുള്ളത്. അപ്പം ആ നിലയ്ക്ക് ഇപ്പം ഇന്ന് നമുക്ക് ഇന്ത്യ രാജ്യത്ത് നോക്കൂ, മതം ഒരു ഭൗതിക ശക്തിയായിട്ട് പ്രവർത്തിക്കുക, ശരിയായിട്ടുള്ള മതത്തിൻ്റെ മൂല്യങ്ങളല്ല പ്രവർത്തിക്കുന്നത്. മതത്തെ വികൃതവൽക്കരിച്ചിട്ട് വർഗീയതയാക്കി മാറ്റിയിട്ടുള്ള കാര്യങ്ങളാണ് ഇന്ന് ഒരു ഭൗതിക ശക്തിയായിട്ട് പ്രവർത്തിക്കുന്നതിൻ്റെ കെടുതികളാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പൊന്നാനിയുടെ സംസ്കാരം എന്ന് പറഞ്ഞാൽ മതസഹിതമായിട്ടുള്ള മതേതരത്വമാണ്. ആ മതമോ മതത്തിൻ്റെ അകത്തുള്ള ജനാധിപത്യപരവും വിപ്ലവാത്മകവുമായ മൂല്യങ്ങളെ സ്വാംശീകരിക്കുന്നതാണ്. എല്ലാ മതങ്ങളും നോക്കുകയാണെങ്കിൽ അതിൻ്റെ ഉത്ഭവകാലത്ത് ഒരു വിപ്ലവ ശക്തിയായിട്ടാണ്, അതായത് അന്നത്തെ വ്യവസ്ഥിതിയെ മാറ്റിമറിക്കുന്നൊരു ശക്തിയായിട്ടാണ് ഉത്ഭവിച്ചിട്ടുള്ളത് നമുക്കറിയാം. ഇപ്പോൾ യേശു, നബി, കൃഷ്ണൻ, അവരൊക്കെ കാലം ഇവരൊക്കെയാണല്ലോ നമ്മൾ മതാചാര്യന്മാരോ അല്ലെങ്കിൽ മതത്തിൻ്റെ മുകളിലിരിക്കുന്ന മഹാത്മാക്കളോ ഒക്കെ ആയിട്ട് ഗണിക്കാറുള്ളത്.
ഇവരെല്ലാം അന്നത്തെ കാലഘട്ടത്തിൻ്റെ പൊതുവായിട്ടുള്ള ചിന്താഗതിയെ വിപ്ലവകരമായി മാറ്റിയവരായിരുന്നു സത്യത്തിൽ. പിന്നെ ഈ മതത്തിൻ്റെ ആശയങ്ങളെ തന്നെ വ്യവസ്ഥാപിതമായ ശക്തികൾ ഹൈജാക്ക് ചെയ്തിട്ട് അതിനെ ഒരു സംഘടനാ രൂപവും അധികാര ശക്തിയായിട്ടും വളർത്തുന്ന ഗതികേടാണ് നാം കണ്ടിട്ടുള്ളത്. അപ്പോൾ എൻ്റെ ഒരു ആശയം, എടശ്ശേരി എൻ്റെ നാട്ടിലെ മഹാകവിയാണ്, MT പറയുന്നുണ്ട് എൻ്റെ സ്വന്തം കവി എടശ്ശേരിയാണെന്ന്. അതുപോലെ പൊന്നാനിക്കാരനായ എനിക്കും പറയാനുള്ളത് എൻ്റെ സ്വന്തം കവി ആരാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എടശ്ശേരി ഗോവിന്ദനാരെന്ന് പറയാം. എടശ്ശേരിയുടെ ഇസ്ലാമിൻ്റെ വന്മലയിലൊക്കെ പിന്നെ സ്വന്തം സുഹൃത്തായിട്ടുള്ള അലവീനെ സുഹൃത്തായിട്ട് സ്വീകരിക്കുമ്പോൾ കൂറുള്ള മുസ്ലിമായിട്ട് ഇസ്ലാമിൻ്റെ എല്ലാ മൂല്യങ്ങളും പുലർത്തുന്ന മുസ്ലിമായിട്ടാണ്, അല്ലാതെ മുസ്ലിം മതം മാറ്റി വെച്ചിട്ടുള്ള ഒരു സുഹൃത്തായിട്ടല്ല സ്വീകരിക്കുന്നത്. അതേ സമയത്ത് ഞാൻ കുടുമയും ഒക്കെ ഉള്ള ഒരു ഹിന്ദുവാണ്, എൻ്റെ സ്വത്വത്തെ ഹിന്ദു ആണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് മുസ്ലിമായിട്ടുള്ള അലവീനെ സ്വീകരിക്കുകയും നമ്മൾ ഒന്നിച്ച് തോളിൽ കൈയിട്ടുകൊണ്ടേ നമുക്ക് ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ എന്ന് പറയുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ മതസഹിതമായിട്ടുള്ളൊരു മതേതരത്വത്തിൻ്റെ ഒരു മാതൃക പൊന്നാനി ദേശത്തുണ്ട്. അതിനെ ആവിഷ്കരിച്ചുകൊണ്ടേ മതത്തെ ദുരുപയോഗപ്പെടുത്തുന്ന ശക്തികളെ നമുക്ക് പ്രതിരോധിക്കാൻ കഴിയുള്ളൂ എന്നൊരു ആത്മവിശ്വാസമുണ്ട്. അതുകൊണ്ട് തന്നെ എൻ്റെ എല്ലാ കൃതികളിലും മതത്തെ പരിചരിക്കുന്നത്, അതിൻ്റെ കോർ വാല്യൂസിനെ ഉയർത്തിപ്പിടിച്ച് മതത്തെ ദുരുപയോഗപ്പെടുത്തുന്ന വർഗീയവൽക്കരിക്കുന്ന ശക്തികൾക്കെതിരായിട്ടുള്ള ഒരു പ്രതിരോധമായിട്ടാണുള്ളത്. സൂഫി പറഞ്ഞ കഥയിൽ പിന്നെ ഹിന്ദുവായിട്ടുള്ള കാർത്തി മുസൽമാനായിട്ടുള്ള പിന്നെ മാമുട്ടിയെ വിവാഹം കഴിക്കുകയും എന്നാൽ അവർ തമ്മിൽ സംയോജിക്കുന്ന സമയത്ത് നമ്മൾ വ്യത്യസ്ത മതസ്ഥരാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് അവർ അടുക്കുന്നത്. അതിനുശേഷം വിവാഹം കഴിഞ്ഞതിന് ശേഷം കാർത്തി ഇസ്ലാമിലേക്ക് മാറുന്നു. പിന്നെ ഔറു മുസ്ലിയാർ മനസ്സിലാക്കുകയാണ് ഇവിടെയുള്ള ഹിന്ദുവും മുസ്ലിമുമെല്ലാം തന്നെ വ്യത്യസ്ത മതസ്ഥരാണെങ്കിൽ തന്നെ ഒരേ സംസ്കാരം പങ്കിടുന്നവരാണെന്ന് മനസ്സിലാക്കുന്നു. അപ്പോൾ സൂഫി പറഞ്ഞയുടെ ആശയം എന്ന് പറഞ്ഞാൽ ഈ രാജ്യത്തെ വ്യത്യസ്ത മതസ്ഥർ എല്ലാം തന്നെ ഈ രാജ്യത്തിൻ്റെ മക്കളാണ്. അതുകൊണ്ട് തന്നെ മതത്തിൻ്റെ പേരിൽ ആർക്കും ആരെയും അന്യവൽക്കരിക്കാൻ സാധിക്കുകയില്ല എന്നാണ് സൂഫി പറഞ്ഞ കഥയിലെ സന്ദേശം. സൂഫി പറഞ്ഞ കഥയുടെ ഭൂമിക പൊന്നാനി പ്രദേശമാണ്. ജീവിതത്തിൻ്റെ പുസ്തകത്തിലാണെങ്കിൽ അത് കാഞ്ഞങ്ങാടിനടുത്തുള്ള അജാനൂരാണ്. നോവലിൽ അതിയന്നൂർ എന്നാണ് പേരിട്ടിരിക്കുന്നത്. പിന്നെ എറണാകുളവുമുണ്ട്. അപ്പോൾ ഓരോ സ്ഥലത്തും ഓരോ നോവലുകൾക്കും സ്ഥലവും കാലവും ഉണ്ടാകും. സൂഫി പറഞ്ഞ കഥയുടെ കാലം എന്ന് പറഞ്ഞാൽ 19-ാം നൂറ്റാണ്ടാണ്. സ്ഥലം പൊന്നാനിയാണ് അതിലെ ഭൂപ്രദേശമുള്ളത്. ജീവിതത്തിൻ്റെ പുസ്തകം എന്ന് പറഞ്ഞാൽ 20-ാം നൂറ്റാണ്ട് അവസാനം ഈ വർത്തമാന കാലമാണുള്ളത്. അതിലിപ്പോൾ പിന്നെ കാഞ്ഞങ്ങാടുണ്ട്, എറണാകുളമുണ്ട്, ഇങ്ങനെ കേരളത്തിലുള്ള സ്ഥലങ്ങളാണുള്ളത്. ദൈവത്തിൻ്റെ പുസ്തകത്തിലാണെങ്കിൽ കാലവും സ്ഥലവും ഒക്കെ കൂടിക്കുഴഞ്ഞു കിടക്കുന്ന ഒരവസ്ഥയാണ്. കാലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എത്രയോ സഹസ്രാബ്ദങ്ങൾ മുമ്പേ ഉള്ളൊരു കാലത്ത് നിന്ന് തുടങ്ങി വ്യത്യസ്ത ചരിത്രഘട്ടങ്ങളിൽ കൂടെ പോയി 21-ാം നൂറ്റാണ്ട് വരെ എത്തുന്ന വലിയൊരു കാലരാശി ദൈവത്തിൻ്റെ പുസ്തകത്തിലുണ്ട്. സ്ഥലമാണെങ്കിൽ പിന്നെ ബഹിരാകാശം മുതൽക്ക് ഭൂമി മുതൽക്ക് ഭൂമിയിലെ വ്യത്യസ്ത രാജ്യങ്ങളുണ്ട്. ശ്രീകൃഷ്ണൻ വരുന്നുണ്ട്, മുഹമ്മദ് നബി വരുന്നുണ്ട്, കാറൽ മാർക്സ് വരുന്നുണ്ട്, ഗാന്ധി വരുന്നുണ്ട്. ഇങ്ങനെ സ്ഥലത്തിൻ്റെയും കാലത്തിൻ്റെയും അളവില്ലാത്ത ഒരു ക്യാൻവാസിൽ കൂടെയാണ് ദൈവത്തിൻ്റെ പുസ്തകം പോകുന്നത്. അപ്പോൾ ഈ കടലിനെ പറ്റി ചോദിച്ചല്ലോ. ഇപ്പോൾ സൂഫി പറഞ്ഞ കഥ പൊന്നാനി ആണ് ഭൂപ്രദേശമായിട്ട് വരുമ്പോൾ സ്വാഭാവികമായിട്ടും കടലും പുഴയുമെല്ലാം അവിടെ ഉണ്ടാകും. ജീവിതത്തിൻ്റെ പുസ്തകത്തിലാണെങ്കിൽ കാഞ്ഞങ്ങാടുള്ള മുക്കുവ സമൂഹമാണ് അതിൽ ഒരു പ്രധാന ഭാഗമായിട്ട് വരുന്നത്. ഗോവിന്ദവർമ്മ രാജ എന്ന് പറയുന്ന ഒരു ബാങ്ക് ഓഫീസർ ട്രെയിനിൽ പോകുന്ന സമയത്ത് ട്രെയിൻ ആക്സിഡൻ്റ് ഉണ്ടായിട്ട് അയാൾക്ക് ആംനീഷ്യ സംഭവിക്കുകയാണ്. ഓർമ്മയില്ലാതെയാവാണ് കാര്യങ്ങളൊക്കെ.
അങ്ങനെ അയാൾ ഒരു മുക്കുവ കുടിലിൽ ചെന്ന് കയറുന്നു. അപ്പോൾ അവിടെയുള്ള ശാരദേട്ടി എന്ന് പറഞ്ഞ മുക്കുവ സ്ത്രീ ചെറുപ്പത്തിൽ ഒളിച്ചോടിപ്പോയ തൻ്റെ അനിയനാണെന്ന് തെറ്റിദ്ധരിക്കുന്നു. ഈ മനുഷ്യനാണെങ്കിൽ ഒന്നും ഓർമ്മയില്ല. അയാളിങ്ങനെ വെറുതെ മൂളുന്നേ ഉള്ളൂ ഓരോന്ന് ചോദിക്കുന്നതിന്. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് ഈ ശാരദേട്ടിയുടെ മുക്കുവ കുടുംബത്തിലെ ആചാരപ്രകാരം ഒരു ദൈവസ്ഥാനീയനായിട്ട് ഈ ഗോവിന്ദവർമ്മരാജയെ വാഴിക്കുന്നൊക്കെ ഉണ്ട്. അങ്ങനെ ഇയാൾ അവിടുത്തെ ദേവസ്ഥാനീയനായിട്ട് ഉറഞ്ഞു തുള്ളുമ്പോൾ തലടിച്ചു വീഴുമ്പോൾ പഴയ ഓർമ്മയൊക്കെ വീണ്ടും വരിക ചെയ്യുന്നത്. ഇങ്ങനെയുള്ളൊരു കഥയാണുള്ളത്. അപ്പോൾ ഇയാൾ എറണാകുളത്ത് ബാങ്ക് ഓഫീസറായിരുന്നു, ഒരു ഗൈനക്കോളജിസ്റ്റിൻ്റെ ഭർത്താവായിരുന്നു. ഈ കാര്യമൊക്കെ ഓർമ്മ വരികയാണ്. അപ്പോഴാണ് ഇയാൾ തിരിച്ചറിയുന്നത് തൻ്റെ ഇതുവരെയുള്ള ബാങ്ക് ജീവിതവും ഗൈനക്കോളജിസ്റ്റിൻ്റെ ഭർത്താവായിട്ടുള്ള ജീവിതമൊക്കെ വളരെ നരകതുല്യമായിരുന്നു. ഇപ്പോഴാണ് താൻ ജീവിതത്തെ കണ്ടെത്തുന്നത്. ഈ മുക്കുവരുടെ കൂടെ ദേഹാധ്വാനം ചെയ്ത് നിഷ്കളങ്കമായിട്ടുള്ള സ്നേഹം അനുഭവിച്ചിട്ടുള്ള ജീവിതം. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്ക് പറയാനുള്ളത്, എന്തിനാണ് മുക്കുവ പ്രദേശമായിട്ടുള്ള കാഞ്ഞങ്ങാട് കടലോരം ഇതിലെ ഭൂപ്രദേശമായി സ്വീകരിച്ചത്? കാഞ്ഞങ്ങാടിനെ ആസ്പദമാക്കിയിട്ടൊരു നോവൽ എഴുതാൻ വേണ്ടിയിട്ടല്ല. ഇതിൻ്റെ പ്രമേയം ആവശ്യപ്പെടുന്നതാണ് ഈ മുക്കുവ സമുദായത്തിൻ്റെ ജീവിതം. കാരണം ആധുനികമായിട്ടുള്ള അവസ്ഥയിൽ നിന്ന് ആധുനികമായിട്ടുള്ള ജീവിതം നയിക്കുമ്പോൾ തന്നെ അവരുടെ ഭാവനയുടെ ലോകത്തുള്ള ആചാരങ്ങളും വിശ്വാസങ്ങളും മുറുകെ പിടിക്കുന്ന ഒരു സമുദായമാണ് മുക്കുവ സമുദായം. വളരെ പച്ചയായ മനുഷ്യരാണ്. സ്നേഹിക്കുമ്പോൾ ഹൃദയം പറിച്ചു കൊടുക്കുകയും ദേഷ്യം പിടിക്കുമ്പോൾ കലഹിക്കുകയും ചെയ്യുന്ന, ഒരു മറയുമില്ലാതെ കലഹിക്കുകയും ചെയ്യുന്നവരാണ്. അപ്പോൾ ഒരു വ്യാജമായിട്ടുള്ള കൃത്രിമമായ ജീവിതത്തിന് മറുപുറം സൃഷ്ടിക്കാനാണ് ഈ മുക്കുവ ജനതയെ തിരഞ്ഞെടുത്തത്. അപ്പോഴാണ് കാഞ്ഞങ്ങാട് ഇതിൽ ഭൂപ്രദേശമായി വരുന്നത്. കേരളത്തിൽ ഏറ്റവും വലിയ ഒരു നഗരമാണ് എറണാകുളം. അവിടെയാണ് ഏറ്റവും കൃത്രിമമായിട്ടുള്ള ജീവിതം പലപ്പോഴും നയിക്കപ്പെടുന്നത്. അപ്പോൾ ഈ രണ്ട് വൈരുദ്ധ്യങ്ങൾ ഈ പുസ്തകത്തെ വിലയിരുത്തിക്കൊണ്ട് സാനുമാഷ് പറയുന്നത്, രാമനൂടിയുടെ നോവലുകളിലെല്ലാം തന്നെ പ്രമേയത്തിനനുസരിച്ച്, പ്രമേയം സാക്ഷാത്കരിക്കാൻ വേണ്ടിയിട്ടാണ് അതിലെ കാലത്തെയും ദേശത്തെയും തിരഞ്ഞെടുക്കുന്നത് എന്നുള്ളതാണ്. ഇതേപോലെ തന്നെയാണ് ദൈവത്തിൻ്റെ പുസ്തകം. ശരിക്കും ദൈവത്തിൻ്റെ പുസ്തകത്തിൽ നബിയുടെ കഥ പറയാനോ കൃഷ്ണൻ്റെ കഥ പറയാനോ വേണ്ടിയുള്ളൊരു നോവലല്ല അത്. എന്തുകൊണ്ട് ഇങ്ങനെയുള്ള മഹാത്മാക്കളും വലിയ തത്വചിന്തകരും ശാസ്ത്രജ്ഞന്മാരും സംഗീതജ്ഞന്മാരും എല്ലാം ജീവിച്ചു മരിച്ചിട്ടും മനുഷ്യരാശി എന്തുകൊണ്ടാണ് നേരെയാവാത്തത് എന്ന ഒരു വിഭ്രാന്തിയിൽ നിന്ന്, വിക്ഷുബ്ധതയിൽ നിന്ന് മാനവരാശിയെ തന്നെ വിചാരണ ചെയ്യുന്നൊരു നോവലാണ് ദൈവത്തിൻ്റെ പുസ്തകം. ഈ ദൈവത്തിൻ്റെ പുസ്തകത്തിലെ പ്രമേയം സാക്ഷാത്കരിക്കാൻ കൃഷ്ണനെയും നബീനെയും ഒരു സാന്നിധ്യമായിട്ട് യേശുവിനെയൊക്കെ ഒന്നിച്ചു കൊണ്ടുവരണം. എന്നാലേ നമുക്ക് ഈ നോവലിലെ പ്രമേയം സാക്ഷാത്കരിക്കാൻ സാധിക്കുകയുള്ളൂ. എങ്ങനെയാ ദ്വാപരയുഗത്തിലെ കൃഷ്ണനെയും 6-ാം നൂറ്റാണ്ടിലെ നബീനെയും ഒന്നിച്ചു കൊണ്ടുവരിക? അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഭൂമി ഒരു തമോഗർത്തത്തിൻ്റെ സ്വാധീനത്തിൽ പെടുന്നതായിട്ട് സങ്കല്പിക്കുകയാണ്. ദൈവത്തിൻ്റെ പുസ്തകത്തിലെ ആദ്യ ഭാഗം അറ്റ്ലാന്റിക് 7 എന്നുള്ളതിൽ നാസയിൽ ഒരു റോക്കറ്റ് അല്ലെങ്കിൽ ഒരു സാറ്റലൈറ്റ് വിക്ഷേപിക്കുന്ന രംഗത്തോടു കൂടിയാണ് ആരംഭിക്കുന്നത്. അപ്പോൾ പലരും വായിച്ചിട്ട് ചോദിച്ചു, നാസയിൽ പോയിട്ട് ഇതൊക്കെ കണ്ടു മനസ്സിലാക്കിയിട്ടുണ്ടോ എന്നുള്ളത്. പക്ഷേ ഞാൻ നാസയിലൊന്നും പോയിട്ടില്ല. ISROയിലെ ചില എഞ്ചിനീയർമാരാണ് എനിക്ക് കാര്യങ്ങൾ പറഞ്ഞു തന്നത്. അപ്പോൾ നാസയിലത്തെ സാറ്റലൈറ്റ് വിക്ഷേപണ രംഗം ചിത്രീകരിച്ചു തുടങ്ങുന്നു. പിന്നെ തമോഗർത്തത്തിൻ്റെ ഒരു സ്വാധീനം ഭൂമിയിലേക്ക് വരുന്നു. അതുകൊണ്ട് പെട്ടെന്ന് ഭൂമി തന്നെ നശിച്ചു പോകുമെന്ന ഒരു ആശയത്തിൻ്റെ ഉത്ഭവമുണ്ടാകുന്നു. 2 ശാസ്ത്രജ്ഞന്മാരിത് കണ്ടുപിടിക്കുന്നു. അപ്പോൾ തമോഗർത്തത്തിൻ്റെ ഒരു സ്വഭാവം എന്താ വെച്ചാൽ അത് ഫിസിക്സിൻ്റെ എല്ലാ നിയമങ്ങളെയും തകിടം മറിക്കുമെന്നുള്ളതാണ്. തമോഗർത്തത്തിൻ്റെ ആ നിയമസംഹിതകൾക്കനുസരിച്ച് ഭൂതകാലം വർത്തമാനകാലത്തേക്ക് കടന്നു വരികയൊക്കെ ചെയ്യും. അപ്പോൾ ദ്വാപരയുഗത്തിലുള്ള കൃഷ്ണനെയും 6-ാം നൂറ്റാണ്ടിലെ നബീനെ ഒന്നിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഈ തമോഗർത്തം എന്നൊരു കാര്യം ഇതിൽ വന്നിട്ടുള്ളത്. അപ്പോൾ പ്രമേയം ആവിഷ്കരിക്കുന്ന ഏത് പ്രമേയമാണ് ആവിഷ്കരിക്കപ്പെടുന്നത് അതിനനുസരിച്ചാണ് ഇതിവൃത്തവും കാലവും ദേശവും എല്ലാം എൻ്റെ കൃതികളിൽ പ്രത്യക്ഷപ്പെടുന്നത്. ഇതാണ് എനിക്ക്
ഈ വിഷയത്തെപ്പറ്റി പറയാനുള്ളത്. തീർച്ചയായിട്ടും അതുണ്ട്. അതെനിക്ക് പലപ്പോഴും എൻ്റെ ചെറുകഥകളിലും നോവലുകളിലുമൊക്കെ ശാസ്ത്ര വിഷയം ധാരാളം കടന്നു വരും. കാരണം പണ്ട് ശാസ്ത്രത്തോടുള്ള ആ ഒരു പ്രണയം സാക്ഷാത്കരിക്കാൻ കഴിയാത്തത് എഴുത്തിൽ കൂടെ സാക്ഷാത്കരിക്കുന്നതായിരിക്കാം. പിന്നെ എനിക്കൊരു ചിന്തയുമുണ്ട്. ഞാൻ മലയാള ഭാഷയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ആളാണ്. ഇപ്പം മലയാള യൂണിവേഴ്സിറ്റിയിലാണ് ജോലി ചെയ്യുന്നത്. മലയാള ഭാഷ സാഹിത്യം എഴുതാനുള്ള ഭാഷ മാത്രമല്ല, ലോകത്തുള്ള എല്ലാ വിജ്ഞാനങ്ങളും മലയാള ഭാഷയിൽ കൂടെ ആവിഷ്കരിക്കണം. അതിനുള്ള കെൽപ്പ് മലയാള ഭാഷയ്ക്ക് ഉണ്ടാകണം. അതിനു വേണ്ടിയിട്ടാണ് മലയാള യൂണിവേഴ്സിറ്റി സ്ഥാപിച്ചിരിക്കുന്നത്. അല്ലാതെ മലയാള സാഹിത്യം എഴുതാൻ പഠിപ്പിക്കാൻ മാത്രമല്ല. ഫിസിക്സും കെമിസ്ട്രിയും കോസ്മോളജിയും നാനോ ടെക്നോളജിയും ഒക്കെ മലയാള ഭാഷയിൽ ആവിഷ്കരിക്കാൻ കഴിയണം. അതിൻ്റെ കെൽപ്പ് നമ്മളുടെ ഭാഷയ്ക്കുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കെൽപ്പ് ഉണ്ടാക്കാനുള്ളൊരു പ്രവർത്തനം കൂടിയാണ്. ശാസ്ത്ര വിഷയങ്ങൾ മലയാളത്തിൽ നോവലുകളിൽ കൂടെയൊക്കെ ആവിഷ്കരിക്കപ്പെടുമ്പോൾ ഈ വിഷയങ്ങളെല്ലാം നമ്മുടെ ഭാഷയിൽ ആവിഷ്കരിക്കാനുള്ള ശേഷിയാണ് പുറത്തേക്ക് വരുന്നത്. എനിക്ക് എത്ര പ്രയാസമുള്ള ശാസ്ത്ര വിഷയങ്ങളും നമ്മളെ മലയാളത്തിൽ ആവിഷ്കരിക്കാൻ ഒരു ബുദ്ധിമുട്ടും തോന്നിയിട്ടില്ല. കാരണം അത്രയ്ക്ക് കെൽപ്പുള്ള ഭാഷയാണ് നമ്മുടെ. അപ്പോൾ ഞാൻ എൻ്റെ കൃതികളിൽ ചെറുകഥകളിലൊക്കെ ധാരാളം മെഡിക്കൽ സയൻസിൻ്റെ കാര്യങ്ങളൊക്കെ സൂക്ഷ്മതയോടുകൂടി പഠിച്ചിട്ടാണ് ഞാൻ ചെയ്യാറുള്ളത്. ഇങ്ങനെ കുറേ ഒരു പാനൽ ഓഫ് ഡോക്ടേഴ്സ് തന്നെ എനിക്കുണ്ട്. വൈദ്യശാസ്ത്ര സംബന്ധിയായിട്ടുള്ള എന്ത് സംശയങ്ങളുണ്ടെങ്കിലും ഞാൻ അവരോടാ ചോദിക്കുക. ഡോക്ടർ ഖദീജ മുംതാസ് അങ്ങനെ ഒരു ഡോക്ടറാണ്. അപ്പോൾ ഇങ്ങനെ ചോദിച്ചു മനസ്സിലാക്കി ഈ കാര്യങ്ങളെല്ലാം നമ്മുടെ ഭാഷയിൽ സർഗാത്മകമായി ആവിഷ്കരിക്കുന്ന സമയത്ത് നമ്മുടെ ഭാഷയ്ക്ക് പുതിയ വിജ്ഞാന ശാഖകളെ അഭിസംബോധന ചെയ്യാനുള്ള കെൽപ്പുണ്ടാവുകയാണ്. ഇപ്പോൾ ശാസ്ത്രത്തോടുള്ള സ്നേഹത്തോടൊപ്പം മലയാള ഭാഷയെ എങ്ങനെ നമ്മൾക്ക് കെൽപ്പിട്ടതാക്കാൻ കഴിയും എന്നതിൻ്റെ ഒരു ആകാംക്ഷ കൂടി എൻ്റെ ഈ ശാസ്ത്ര ചിത്രീകരണങ്ങളിലുണ്ട്. സത്യത്തിൽ ഒരു നോവലൊക്കെ സിനിമയാക്കാൻ കൊടുക്കുന്ന സമയത്ത് എഴുത്തുകാരൻ മനസ്സിലാക്കേണ്ട കാര്യം, അത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കതിൽ യാതൊരു അധികാരവുമില്ല എന്നുള്ളതാണ്. ഒരു പിതാവ് മകളെ വിവാഹം കഴിച്ചു കൊടുത്താൽ പിന്നെ ആ മകളും ഭർത്താവും കൂടിയുള്ള ജീവിതത്തിൽ ഈ പിതാവിന് വിശേഷിച്ച് ഇടപെടേണ്ട കാര്യമില്ല, ഇടപെടാൻ സാധിക്കുകയുമില്ല. അങ്ങനെയാണ് ഈ നോവല് ചലച്ചിത്രമാക്കാൻ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അത് സംവിധായകൻ്റെയാണ് ആ കല, അല്ലാതെ നോവലിസ്റ്റിൻ്റെ അല്ല. സൂഫി പറഞ്ഞ കഥയിൽ തിരക്കഥയൊക്കെ ഞാനാണ് എഴുതിയിട്ടുള്ളത്, പക്ഷേ പ്രിയനന്ദൻ്റെ സൃഷ്ടിയാണ് അത് വരുന്നത്. അപ്പം അത് നമുക്ക് നോക്കുന്ന സമയത്ത് നോവൽ മാതിരി ആയോ സിനിമ എന്ന് പറഞ്ഞിട്ട് വിലയിരുത്തുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. കാരണം നോവൽ അതേമാതിരി ഒരിക്കലും സിനിമയാക്കാൻ സാധിക്കുകയില്ല. സൂഫി പറഞ്ഞ കഥ പുറത്തു വന്ന സമയത്ത് ഞാൻ പറഞ്ഞിട്ടുള്ളൊരു കാര്യം അതാ. ഒരു നോവല് പൂർണ്ണമായിട്ട് സിനിമയിലേക്ക് കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ ഒരു വലിയ ഗൂഡ്സ് ട്രെയിനിലുള്ള ചരക്ക് മുഴുവൻ ഒരു അംബാസഡർ കാറിൻ്റെ ഡിക്കിൽ കയറ്റുന്ന മാതിരിയുള്ള പ്രയാസമാണ്. കാരണം സാധ്യമല്ല. നോവൽ ഉൾക്കൊള്ളുന്ന ദേശവും കാലവും അതിലുള്ള പ്രവർത്തനങ്ങളും മുഴുവൻ സിനിമയിൽ കൊണ്ടുവരാൻ സാധിക്കുകയില്ല. സിനിമ എന്ന് പറഞ്ഞാൽ വളരെ എഫിഷ്യൻ്റായിട്ടുള്ളൊരു ഏറ്റവും ആധുനികമായിട്ടുള്ള മനോഹരമായിട്ടുള്ളൊരു സാഹിത്യ രൂപമാണ്, അല്ല കലാരൂപമാണെങ്കിൽ തന്നെ ഒരു നോവലിനെ പൂർണ്ണമായിട്ട് സിനിമയിലേക്ക് കൊണ്ടുവരാൻ സാധ്യമല്ല. അതിൻ്റെ ആവശ്യവുമില്ല. ഒരു കാറിൽ ഒരു ഗുഡ്സ് ട്രെയിനിലെ ചരക്ക് മുഴുവൻ കയറ്റാൻ നമ്മൾ സങ്കല്പിക്കുന്നില്ലല്ലോ. അതുപോലെയുള്ള ഒരു അവസ്ഥയുണ്ട് സത്യത്തിൽ. അപ്പോൾ സൂഫി പറഞ്ഞ കഥയെ സംബന്ധിച്ച് ഒരിക്കലും ഞാൻ ആ സിനിമയിൽ നോവൽ വായിക്കാൻ ശ്രമിച്ചിട്ടില്ല. എനിക്കൊരു സിനിമ എന്ന നിലയ്ക്ക് അതിന് പല ഗുണങ്ങളും ഉണ്ട്, ചില പോരായ്മകളും ഇല്ലേ എന്ന് സംശയിക്കുന്ന ഒരു എഴുത്തുകാരനാണ്. അപ്പോൾ എൻ്റെ നോവലിനായിട്ട് താരതമ്യപ്പെടുത്തിയിട്ട് ഒരിക്കലും ഞാൻ സൂഫി പറഞ്ഞ കഥ എന്ന സിനിമയെ കണ്ടിട്ടില്ല, കാണുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. കേന്ദ്ര സാഹിത്യ അക്കാദമിയിൽ മലയാളത്തിനൊരു കൺവീനറുണ്ട്. അതിപ്പോൾ ഓരോ കുറിയും 5 കൊല്ലം കഴിഞ്ഞാൽ മാറും. കാരണം കേന്ദ്ര സാഹിത്യ അക്കാദമി എന്ന് പറഞ്ഞാൽ ജനാധിപത്യപരമായ രീതിയിൽ എഴുത്തുകാർ തന്നെയാണ് അതിലുള്ള പ്രസിഡൻറ്റിനെയും ഒക്കെ തിരഞ്ഞെടുക്കുന്നത്. ഓരോ ഭാഷാ കൺവീനറെയും
നിർവാഹക സമിതിനെയൊക്കെ തിരഞ്ഞെടുക്കുന്നത്. അപ്പം ഇതിൻ്റെ മുമ്പേ പിന്നെ പ്രഭാവർമ്മയായിരുന്നു. പിന്നെ അതിനുശേഷം പ്രഭാവർമ്മയ്ക്ക് ശേഷം പ്രഭാവർമ്മയുടെ ആ കമ്മിറ്റി കാലാവധി പൂർത്തീകരിച്ചപ്പോഴാണ് ഞാൻ അതിൻ്റെ കൺവീനറായിട്ട് വന്നത്. ഈ കമ്മിറ്റിയിൽ എമിനൻ്റ് മെമ്പറായിട്ട് സി രാധാകൃഷ്ണനുണ്ട്, ജനറൽ കൗൺസിൽ മെമ്പറായിട്ട് വിജയലക്ഷ്മി ഉണ്ട്, മഹാദേവൻ തമ്പിയുണ്ട്, പിന്നെ വേറെ അഡ്വൈസറി ബോർഡ് മെമ്പർമാരായിട്ട് കുറച്ച് ആൾക്കാരുണ്ട്. ഡോക്ടർ ഖദീജ മുംതാസ് ഉണ്ട്, ഡോക്ടർ എ എം ശ്രീധരനുണ്ട്, പിന്നെ ഡോക്ടർ അനിൽ വള്ളത്തോളുണ്ട്, സാബു കോട്ടുക്കലുണ്ട്, ഡോക്ടർ സന്തോഷ് കുമാറുണ്ട്, ഇങ്ങനെ പിന്നെ ലക്ഷദ്വീപിൽ ഉള്ള മിസ്റ്റർ കോയയുമുണ്ട്. ഇങ്ങനെ 10 പേരടങ്ങുന്ന ഒരു ഉപദേശക സമിതിയാണ് മലയാളത്തിനുള്ളത്. അതിൻ്റെ നേതൃത്വമാണ് മലയാള ഭാഷാ കൺവീനർ എന്നുള്ള നിലയ്ക്ക് ഞാൻ പിന്നെ ഏറ്റെടുത്തിരിക്കുന്നത്. അപ്പോൾ മലയാള ഭാഷയുടെ സംബന്ധിക്കുന്ന രീതിയിലുള്ള കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ പ്രവർത്തനങ്ങൾക്കൊക്കെ നേതൃത്വം കൊടുക്കേണ്ട ഒരു ഉത്തരവാദിത്വമുണ്ട്. കുറച്ച് ഭാരിച്ച പണിയാണ് എന്ന് പറയുന്നതിൽ യാതൊരു തെറ്റുമില്ല എന്നാണ് ഇപ്പോൾ ഏറ്റെടുത്തപ്പോൾ എനിക്ക് തോന്നുന്നത്. പക്ഷേ നമ്മുടെ ഭാഷയ്ക്ക് ഉള്ള അർഹിക്കുന്ന കേന്ദ്ര സർക്കാരിൻ്റെ വിഹിതം നമുക്ക് ഉപയോഗപ്പെടുത്തണമെങ്കിൽ, സാഹിത്യത്തിനും സംസ്കാരത്തിനും വേണ്ടിയുള്ള നമ്മുടെ വിഹിതം ഉപയോഗപ്പെടുത്തണമെങ്കിൽ ഈ കമ്മിറ്റി സജീവമായി പ്രവർത്തിക്കുക തന്നെ വേണം. കേന്ദ്ര സാഹിത്യ അക്കാദമി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ വളരെ വലിയ 24 ഭാഷകൾ അംഗീകരിച്ച ഭാഷകൾക്ക് അവാർഡുകൾ കൊടുക്കുന്നു, 4 അവാർഡുകൾ കൊടുക്കുന്നു, അതിലെ കൃതികളെല്ലാം പ്രസിദ്ധീകരിക്കുന്നു, ഒരുപാട് പ്രവർത്തനങ്ങൾ നടത്തുന്നു. അങ്ങനെ വലിയൊരു പ്രസ്ഥാനമാണ്, ഒരു സ്ഥാപനം തന്നെയാണ് കേന്ദ്ര സാഹിത്യ അക്കാദമി. ഇത്രയധികം ഭാഷകൾക്ക് വേണ്ടി ലോകത്ത് തന്നെ ഇത്ര വലിയ സാഹിത്യത്തിൻ്റെ ഒരു രാജ്യത്തിന് ഇങ്ങനെ ഇത്രയധികം ഭാഷകൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമില്ല. അപ്പോൾ അതിൻ്റെ പ്രവർത്തനത്തിൽ ഏർപ്പെടുക എന്ന് പറഞ്ഞാൽ ഒരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. അത് ഞാൻ എൻ്റെ പരമാവധി കൽപ്പിനനുസരിച്ച് ചെയ്യാൻ ഉറച്ചിട്ടാണ് മുന്നോട്ട് പോയിട്ടുള്ളത്. പിന്നെ കേരള സാഹിത്യ അക്കാദമിയിൽ ഞാൻ അതിൻ്റെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പറാണ്. സച്ചിദാനന്ദനാണ് പ്രസിഡൻറ്റ്, CP അബൂബക്കർ മാഷ് സെക്രട്ടറിയാണ്, വേറെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഉണ്ട്. അത് പിന്നെ അവരെ കൂട്ടത്തിൽ നിൽക്കേണ്ടതേ ഉള്ളൂ. ഇതിൽ കുറച്ചും കൂടി ഉത്തരവാദിത്വം കൂടുതലായിട്ടുണ്ട്. മലയാളം ഐക്യവേദിക്ക് വേണ്ടിയും ഐക്യമലയാള പ്രസ്ഥാനത്തിനു വേണ്ടിയും ധാരാളം പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുള്ള ഒരാളാണ്. മലയാള ഭാഷാ ബില്ല് പാസ്സാക്കാൻ വേണ്ടിയിട്ടുള്ള നിരാഹാര സമരം നടന്നപ്പോൾ അതിലും ഞാൻ പങ്കാളിയായിരുന്നു. ഈ വക പ്രവർത്തനങ്ങൾ കൊണ്ട് മാതൃഭാഷ, മലയാള ഭാഷ പ്രാധാന്യമർഹിക്കുന്ന ഒരു കാര്യമാണ് എന്നൊരു അവബോധം നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതിനനുസരിച്ചിട്ടുള്ള അനുകൂലമായിട്ടുള്ള കുറേ നിലപാടുകൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. ഇടതുപക്ഷ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുമെന്നുമുണ്ട്. പക്ഷേ അത് പൂർണ്ണമായി വേണ്ട രീതിയിൽ ഇനിയുമായിട്ടില്ല എന്നൊരു അഭിപ്രായം എനിക്കുള്ളത്. സർക്കാരിന് മലയാളത്തിന് പ്രാധാന്യം കൊടുക്കണമെന്ന ആഗ്രഹം ഉണ്ടായിരിക്കുമ്പോഴും അത് പ്രാവർത്തികമാക്കുന്ന ഈ ഉദ്യോഗസ്ഥ യന്ത്രങ്ങൾ പലപ്പോഴും ഇതിനെ വൈകിപ്പിക്കുന്നുണ്ട് എന്നൊരു പച്ച യാഥാർത്ഥ്യമാണ്. അത് പിന്നെ ആ ഒരു ബ്യൂറോക്രസിയുടെ ചില സ്വഭാവവിശേഷങ്ങൾ കൂടെ വരുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടാണ്. അതൊക്കെ നമുക്ക് തരണം ചെയ്താൽ തന്നെ ഇന്ന് കേരളീയർ മുഴുവനും അല്ലെങ്കിൽ മലയാളികൾ മുഴുവനും നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇംഗ്ലീഷ് മീഡിയത്തിൻ്റെ വളർച്ചയാണ്. സത്യത്തിൽ കേരളത്തിൽ ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകൾ 60% ആയിക്കഴിഞ്ഞു എന്നാണ് പറയുന്നത്. ഇതിങ്ങനെ വളർന്നു പോയി 80%, 100% നമ്മുടെ പ്രാഥമിക വിദ്യാഭ്യാസം മുഴുവൻ ഇംഗ്ലീഷ് മീഡിയത്തിൽ കൂടെ ആയിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ മലയാള യൂണിവേഴ്സിറ്റി സ്ഥാപിച്ചതിനൊന്നും യാതൊരു അർത്ഥവും ഉണ്ടാവില്ല. എല്ലാ വിജ്ഞാനവും മലയാളത്തിൽ കൂടെ ആവിഷ്കരിക്കണം, എന്നാലേ നമ്മുടെ ഭാഷ വളരുകയുള്ളൂ എന്നുള്ള ആശയം സൂക്ഷിക്കുകയും നമ്മൾ കുട്ടികളെ പഠിപ്പിക്കുന്ന മാധ്യമം ഇംഗ്ലീഷായിക്കൊണ്ടിരിക്കുകയും ചെയ്യുകയാണെങ്കിൽ ഇത് വലിയ അനർത്ഥത്തിലേക്കാണ് എത്തുന്നതിനുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല.
ഇംഗ്ലീഷിനോട് എനിക്ക് യാതൊരു പരാതിയുമില്ല. മലയാള ഭാഷയുടെ സ്വഭാവം എല്ലാറ്റിനെയും സ്വീകരിക്കുന്നതാണ്, ഒന്നിനെയും മന്യമാക്കുന്നതല്ല. മലയാളം എന്ന് പറഞ്ഞ ഒരു ഭാഷയല്ല, ഒരു സംസ്കാരമാണ്. ഇങ്ങനെ ഇൻക്ലൂസീവായിട്ട് എല്ലാറ്റിനെയും സ്വീകരിക്കാൻ തയ്യാറായിട്ടുള്ള ഒരു സംസ്കാരം മലയാള ഭാഷയുടെ പോലെ മറ്റ് ഭാഷകൾക്കില്ല. അപ്പോൾ നമുക്ക് ഇംഗ്ലീഷിനോടൊന്നും ഒരു വെറുപ്പില്ല, ഇംഗ്ലീഷിനൊന്നും മാറ്റി നിർത്തും വേണ്ട. നമ്മളുടെ കുട്ടികളൊക്കെ 1-ാം ക്ലാസ് മുതൽക്ക് തന്നെ പച്ചവെള്ളന്മാർ ഇംഗ്ലീഷ് പഠിച്ചോട്ടെ, പറഞ്ഞോട്ടെ. പക്ഷേ അവർ പഠിക്കുന്ന മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ, പഠന മാധ്യമം മാതൃഭാഷയായാലാണ് അവർക്ക് കാര്യങ്ങൾ നേരെ ചൊവ്വേ ഗ്രഹിക്കാൻ സാധിക്കുകയുള്ളൂ, അവരിലുള്ള സർഗാത്മകത വളരുകയുള്ളൂ, നമ്മുടെ ഭാഷയിൽ കൂടെ പുതിയ വിജ്ഞാനങ്ങൾ ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. അതാണ് പ്രധാനപ്പെട്ട കാര്യം. കാരണം ഇന്ന് മദർ ടങ് മൂവ്മെൻറ്റ്സിൻ്റെ ഗവേഷണ പരീക്ഷണങ്ങൾ, ആ മണ്ഡലത്തിൽ നടത്തുന്നവരുള്ള ഗവേഷണങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മാതൃഭാഷയിൽ കൂടെയാണ് എല്ലാ വിജ്ഞാനവും നന്നായിട്ട് സ്വാംശീകരിക്കാൻ സാധിക്കുക, ഗ്രഹിക്കാൻ സാധിക്കുക, ആവിഷ്കരിക്കാൻ സാധിക്കുക എന്നുള്ളതാണ്. ശാസ്ത്ര വിഷയങ്ങൾ മാത്രമല്ല, പലയിടത്തും നടത്തിയിട്ടുള്ള പരീക്ഷണങ്ങൾ തെളിയിക്കുന്നത്, ഫിലിപ്പൈൻസിൽ നടത്തിയത്, പിന്നെ ഫിൻലൻഡുകാരിൽ നടത്തിയിട്ടുള്ള പരീക്ഷണങ്ങൾ, ഇതൊക്കെ വളരെ റെക്കോർഡഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇതെല്ലാം പറയുന്ന മാതൃഭാഷയിൽ കൂടെ പഠിക്കുന്ന കുട്ടികൾക്ക് ശാസ്ത്രവും ഗണിതവും എല്ലാം ഗ്രഹിക്കാനുള്ള കഴിവ് കൂടുന്നു എന്നതാണ്. അവസാനമായി പറയുന്നത് മറ്റ് ഭാഷകൾ പഠിക്കാനുള്ള കഴിവ് കൂടി മാതൃഭാഷയിൽ പ്രാഗൽഭ്യമുള്ളവർക്കേ കൂടുതൽ ഉണ്ടാവുകയുള്ളൂ. അപ്പം നമ്മുടെ കുട്ടികൾക്ക് ഇംഗ്ലീഷ് നല്ലോണം പഠിക്കാൻ, ഇംഗ്ലീഷ് നല്ല ഉപയോഗിക്കാൻ കഴിവുണ്ടാവണമെങ്കിൽ അടിസ്ഥാനമായിട്ട് മാതൃഭാഷ മലയാളം പഠിച്ചിട്ട് അവരുടെ ഭാഷേന്ദ്രിയം വളരണം എന്നുള്ളതാണ് ശാസ്ത്രീയമായിട്ടുള്ള നിഗമനം. ഇതൊക്കെ തള്ളിക്കളഞ്ഞിട്ടാണ് നമ്മൾ നമ്മുടെ ഭാഷേനെ ഒഴിവാക്കിക്കൊണ്ട് പിന്നെ ഇംഗ്ലീഷ് മാത്രം പഠിച്ചിട്ട് അങ്ങ് രക്ഷപ്പെട്ടു പോകാമെന്ന് വിചാരിക്കുന്നത്. വലിയ വിഡ്ഢിത്തരാണ്. ഇന്ത്യയിലും പാകിസ്ഥാനിലും മാത്രമാണ് ഇപ്പോഴും ഈ ഒരു വിഡ്ഢിത്തരം നിലനിൽക്കുന്നുള്ളൂ. ഇംഗ്ലീഷ് മാത്രമാണ് ഉന്നത വിദ്യാഭ്യാസത്തിന് പറ്റുന്ന ഭാഷ എന്നുള്ളത്. ജപ്പാൻകാർ ജപ്പാനീസിൽ കൂടെ പഠിച്ചിട്ടാണ് നാനോ ടെക്നോളജിയിലും കോസ്മോളജിയിലും ഒക്കെ നോബൽ പ്രൈസ് വാങ്ങുന്നത്. ജൂതന്മാർ ഹീബ്രു ഭാഷയിൽ കൂടെയാണ് ലോകത്തുള്ള എല്ലാ വിജ്ഞാനങ്ങളും കരസ്ഥമാക്കുകയും ഏറ്റവും അധികം നോബൽ സമ്മാനം വാരിക്കൂട്ടുകയും ചെയ്യുന്നത്. റഷ്യക്കാർ റഷ്യൻ ഭാഷയിൽ കൂടെ, നമ്മൾ വിചാരിക്കും ഇംഗ്ലീഷിൽ കൂടെയാണ് അവർ ഈ പുതിയ ആധുനിക വിജ്ഞാനങ്ങളൊക്കെ പഠിക്കുകയും നോബൽ പ്രൈസൊക്കെ വാങ്ങുകയും ചെയ്യുന്നത്. നോബൽ പ്രൈസിൻ്റെ വലിപ്പം കൊണ്ടല്ല പറയുന്നത്. അതായത് ആധുനികമായ എല്ലാ വിഷയങ്ങളും മാതൃഭാഷയിൽ കൂടെയാണ് കൂടുതൽ പഠിക്കാനും ആവിഷ്കരിക്കാനും സാധിക്കുക, ശാസ്ത്ര വിഷയങ്ങളടക്കം. ഇതെല്ലാം മറന്നുകൊണ്ട് നമ്മളുടെ കുട്ടികൾ ഇംഗ്ലീഷ് മീഡിയത്തിൽ അയക്കുന്നത് വലിയ അനർത്ഥമുണ്ടാക്കും. മലയാളിക്ക് അവൻ്റെ മക്കൾക്ക്, അടുത്ത തലമുറയ്ക്ക് പകർന്നു കൊടുക്കാനുള്ള ഏറ്റവും വലിയ സമ്പത്ത് ഈ ഭാഷയാണ്, അതിൻ്റെ ശക്തിയാണ്. ഈ 51 അക്ഷരങ്ങളുള്ള ഈ ഭാഷയുടെ ശക്തി നമ്മൾ ശരിക്കും മനസ്സിലാക്കിയിട്ടില്ല. ഇപ്പം ഞാൻ അടുത്ത് മലയാളി അസോസിയേഷനുകളുടെ ചില പരിപാടിക്കായിട്ട് US-ലും കനഡയിലൊക്കെ പോയിരുന്നു. അവിടെയൊക്കെ ഇപ്പോൾ ആൾക്കാർ പണ്ടൊക്കെ മലയാളം വലിച്ചെറിഞ്ഞിട്ട് അവർ കുട്ടികളെ ഇംഗ്ലീഷ് മാത്രം പഠിപ്പിച്ചിട്ട് പിന്നെ മലയാളത്തെ പറ്റി ഒരു പുച്ഛണ്ടാക്കുക ചെയ്തിരുന്നത്. ഇപ്പോൾ അവർ തിരിച്ചറിഞ്ഞുകൊണ്ട് കുട്ടികളെയൊക്കെ ഇംഗ്ലീഷിന് കൂടെ തന്നെ മലയാളവും കൂടിയും പഠിപ്പിക്കാൻ, കാരണം ഈ ഒരു സമ്പത്ത് കുട്ടികൾക്ക് പകർന്നു കൊടുക്കേണ്ട പ്രാധാന്യം പ്രവാസികളായിട്ടുള്ള കുടിയേറ്റക്കാരായിട്ടുള്ള മലയാളികൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് കേരളത്തിൻ്റെ അകത്ത് തന്നെ നമ്മൾ നമ്മുടെ ഭാഷയെ വലിച്ചെറിഞ്ഞിട്ട് ഇംഗ്ലീഷ് മീഡിയമാക്കി മാറ്റുന്നത്. ഇത് വളരെ ഗുരുതരമായൊരു വിഷയമാണ്. ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളോട് നമ്മൾ പറയണം, നിങ്ങൾ ദയവ് വിചാരിച്ചിട്ട് നിങ്ങളുടെ കച്ചവട താല്പര്യത്തിന് വേണ്ടിയിട്ട് നമ്മുടെ ഭാഷയെ, സമൂഹത്തെ, കുട്ടികളെ, വരും തലമുറയെ നശിപ്പിക്കരുത്. നിങ്ങൾ ബെസ്റ്റ് ഇംഗ്ലീഷ് സ്കൂളുകളാക്കി മാറ്റിക്കൊള്ളൂ. 1-ാം ക്ലാസ് മുതൽക്ക് നല്ലോണം ഇംഗ്ലീഷ് പഠിപ്പിക്കുന്ന ഒരു ലാംഗ്വേജായിട്ട് ഇംഗ്ലീഷ് പഠിപ്പിച്ചാലേ കുട്ടികൾക്ക് ഇംഗ്ലീഷ് പഠിക്കുക. ഈ മീഡിയം പഠിപ്പിച്ച് ഇംഗ്ലീഷ് അറിയാത്ത മാഷന്മാരെ കൊണ്ട് സയൻസും പിന്നെ സോഷ്യൽ സ്റ്റഡീസൊക്കെ ഇംഗ്ലീഷ് കൂടെ പഠിപ്പിച്ചിട്ട് ഒരു കാര്യമില്ല. കുട്ടികൾക്ക് ഇംഗ്ലീഷും മലയാളവും അറിയാത്ത അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ
പിന്നെ ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളുടെ മുന്നിൽ സത്യാഗ്രഹം ഇരുന്ന് പറയേണ്ട കാര്യമാണ്, നിങ്ങളിത് ബെസ്റ്റ് ഇംഗ്ലീഷ് സ്കൂളുകളാക്കി മാറ്റി മീഡിയം മലയാളമാക്കി മാറ്റുക. കാരണം ലോകം മുഴുവൻ അനുസരിക്കുന്ന ഭാഷാ തത്വങ്ങളെ നമുക്ക് മാത്രം എങ്ങനെ ധിക്കരിക്കാൻ കഴിയും? പുതിയ വിജ്ഞാനങ്ങളുടെ വെളിച്ചത്തിലാണ് നാം മനസ്സിലാക്കേണ്ടത്. യുനെസ്കോ ഒക്കെ എന്നോ പറഞ്ഞതാണ് മാതൃഭാഷയിൽ കൂടെയുള്ള എഡ്യൂക്കേഷൻ ത്രൂ വെർണാഗുലർ, അതിൻ്റെ പ്രാധാന്യത്തെ ഉയർത്തിപ്പിടിച്ച് പറഞ്ഞതാണ്. ഇതെല്ലാം കണ്ണടച്ചിരുട്ടാക്കിക്കൊണ്ടാണ് നമ്മൾ ചെറിയ നിക്ഷിപ്ത താല്പര്യങ്ങൾക്ക് വേണ്ടി വെറും മണ്ടത്തരത്തിൻ്റെ പേരിൽ ഇംഗ്ലീഷ് മീഡിയത്തിലുള്ള കുട്ടികളെ ഇങ്ങനെ വളർത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ കാര്യം നമ്മൾ അഭിസംബോധന ചെയ്യുക തന്നെ വേണം.